ഹലോ. അപ്പോഴേ ഞാനിപ്പോൾ എഡിൻബർഗിലാണ്. ക്രിസ്മസിൻ്റെ എല്ലാവിധ തിളക്കങ്ങളും ഇവിടെയും കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഉച്ച കഴിഞ്ഞ് 3 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ പാതിരാത്രിയായ ഒരു പ്രതീതിയാണ്. കാരണം ഡിസംബർ ഇങ്ങനെയാണ് ഇവിടെ. മൂടിക്കെട്ടിയ അന്തരീക്ഷം, ആ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തെ മറികടക്കുന്നതിന് വർണ്ണാഭമായ ലൈറ്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, ട്രാമുകൾ, കണ്ടോ എന്തോ നിറമുള്ള ട്രാമുകളാണെന്ന് നോക്കിക്കേ. ഇത് എഡിൻബർഗ് ടൂറിസ്റ്റിൻ്റെയാണ് ട്രാം, കണ്ടോ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ ട്രാമിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങി അടിച്ച് വരുമ്പോഴത്തേനുണ്ടല്ലോ എന്താ രസമെന്നറിയുക. ഭയങ്കര രസമാണ് കേട്ടോ. അതിനകത്തൊക്കെ ഒന്ന് കയറി ഈ നിറമുള്ള ഈ ബസ്സുകളെല്ലാം കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ കടന്നു പോകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ വലിയ ആഘോഷങ്ങൾ ഡിസംബറിനെ എത്രമാത്രം വർണ്ണാഭമാക്കാമോ അത്രമാത്രം വർണ്ണാഭമാക്കിയിരിക്കുകയാണ് എഡിൻബർഗ് എന്നല്ല, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾ, UK മൊത്തമായിട്ടുണ്ടാവും ഇതുപോലെ. ഞാൻ ആദ്യം ഇവിടെ ആയതുകൊണ്ട് എനിക്കിതൊക്കെ ആദ്യം കാണുന്നത് കൊണ്ട് അത്ഭുതം തോന്നുന്നു. ജനം ഒഴുകുക എന്ന് പറയും. ഒഴുകുക പറയാനല്ല, ഒഴുകുക. നിങ്ങൾക്ക് കാണാമല്ലോ, ഉണ്ടോ? ഇടയ്ക്കെങ്ങാനും കൈവിട്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാൻ പറ്റത്തില്ല. കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാകും കേട്ടോ. എന്താ ബഹളം! ഈ ഇതിൽ കടന്ന് മറിയുന്ന അതിൻ്റെ ഒരു ഭയങ്കര ബഹളം. അതുപോലെ തന്നെ ആളുകളിങ്ങനെ സംസാരിച്ച് അങ്ങ് പോവുക. അവർ എത്ര രസകരമായിട്ട് അവർ സന്തോഷമായിട്ടിങ്ങനെ നടന്ന് കൂട്ടുകൂടി നടന്ന് സംസാരിച്ച് ഇങ്ങനെ കടന്നു പോകുന്നു. അത്രയ്ക്ക് മനോഹരമായ ഒരു അന്തരീക്ഷം. അതുകൊണ്ട് നോക്കി ഇതുകൊണ്ടോ ഇവിടെ ഒരു മ്യൂസിക് ഇത് വായിക്കുന്ന ആളുണ്ട് കേട്ടോ. ചിലരൊക്കെ അത് അടുത്ത് നിന്നത് കേൾക്കുന്നുണ്ട്. ചിലർ കേൾക്കുന്നൊന്നുമില്ല. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതായിരിക്കാം. ഞാനേതായാലും കുറച്ച് സമയം അവിടെ നിന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് ക്രിസ്മസ് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നിൽക്കാൻ രസമുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കാസിലേക്ക് പോയത്. ഇപ്പോൾ ഞങ്ങൾ കാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ചെറുതല്ല, വലിയ കുന്നിൻ മുകളിൽ തന്നെയാണ് ഈ കാസിലിരിക്കുന്നത്. അപ്പോൾ ഈ കാസിൽ കണ്ടോ, എൻ്റെ അമ്മ എന്തോ പ്രകാശപൂരിതമാണെന്ന് നോക്കിയാൽ, വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാസിൽ കണ്ടാൽ അറിയത്തില്ല. അതുപോലെ എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ അവർ അതിൻ്റെ വാൾ ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സാണ്. അതിന് 7 മണി തൊട്ടാണ് ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നത്. ടിക്കറ്റ് നിരക്ക് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളകത്ത് കയറാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നീണ്ട ക്യൂ ആയി കേട്ടോ. അങ്ങനെ അതിന് ചുറ്റും ആണെങ്കിൽ നിരവധി കടകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആഹാരം വാങ്ങിക്കുക, കഴിക്കുക, ചിരിച്ച് ഉല്ലസിച്ച് രുചികരമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ക്യൂവിലിങ്ങനെ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർ. എത്ര മനോഹരമായ ദൃശ്യമാണെന്നറിയാമോ? അപ്പോൾ എഡിൻബർഗ് എന്ന് പറയുമ്പോൾ 1473 തൊട്ട് സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമാണ് എഡിൻബർഗ്. എഡിൻബർഗ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എഡിൻബർഗ് ഓൾഡ് ടൗണും ന്യൂ ടൗണും ഇപ്പോൾ നമ്മുടെ ലോക പൈതൃക ഇതിൽ സ്ഥാനം നേടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എഡിൻബർഗ് അതിൻ്റെ അതായത് കൊട്ടാരത്തിനകത്ത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് അതിന് മുകൾ ഭാഗത്തെത്തി കഴിഞ്ഞിട്ട് വെളിയിലോട്ട് നോക്കണം. എഡിൻബർഗ് സിറ്റി മൊത്തം കാണാം. അത്രയ്ക്കും മനോഹരമായ ഒരു ദൃശ്യമാണ്. ഈ രാത്രിയിലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം കൂടി ആകുമ്പോഴേക്കും അതിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ്. അവിടെ അപ്പോൾ കാസിലിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന അതേ ദൃശ്യം തന്നെ
നമ്മൾ വെളിയിലിറങ്ങി താഴേക്ക് വരുമ്പോഴേക്കും എഡിൻബർഗ് സിറ്റിയുടെ വലിയൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആകാശം കാർമേഘം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതിശൈത്യവുമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 1.5-2 മണിക്കൂർ ചിലവഴിച്ചതിന് ശേഷം തിരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ വർണ്ണാഭമായ എഡിൻബർഗ് സിറ്റി കാണാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.